مولاي صل وسلم دائما ابدا على حبيبي. എടാ നീ ഒന്ന് പോടെ. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഒരു പപ്പടമൊന്നുമില്ല ഇവിടെ. ഒരു ചിക്കൻ ഫ്രൈ കൊടുത്തരല്ലേ എന്നാറാ. ഇത് വേണ്ടേ? പുറം തിന്നടാ പ്ലീസറാ. ഇത് തിന്നടാ. ഒരു അടി. നമ്മൾ എഹിയാക്കെ തേടി പോവുകയാണ്. കാരണം നമ്മുടെ നിസാമാക്കാടെ വീടിൻ്റെ നേർച്ച നടക്കുകയാണ്. എഹിയൊക്കെ പോയാ എഹിയാക്ക എന്തി? അപ്പോൾ നമ്മൾ എഹിയാക്ക അടുത്തോട്ട് പോവുകയാണ്. ഇതാ വരുന്നേ. നമ്മളെവിടെ പോയാലും നമ്മൾ എഹിയാക്ക അടുത്ത് നമ്മളൊന്ന് അടുക്കളയിൽ നിന്ന് ആരെന്നിട്ട് പോകണം. എഹിയാക്ക എന്നത് പരിപാടി കിടലാണല്ലോ. എത്ര കിലോ ചിക്കൻ്റെ? എത്ര കിലോ ബീഫിൻ്റെ? 35 കിലോ ബീഫിന് ദമ്മ് പൊട്ടിച്ചിട്ടില്ല. പൊട്ടിക്ക് നമ്മോട് വരുന്നതായിരിക്കാം. ഇതാണ് ആരുടേത്? ഒറ്റയ്ക്കുള്ള ഇതാണ്. കിങ്കരന്മാർ കൂടെ ഉണ്ട്. ഞാനൊരു ലെഗ് പീസ് എഹിയാക്ക. നമ്മളെവിടെ പോയാലും എഹിയാക്ക എടുത്താണ് സാധനങ്ങളൊക്കെ ഉണ്ട് വെച്ചേക്കണേ. പീസർ കാരണം എണ്ണ കിടന്നാണ് പൊരി കാണിച്ചിരിക്കുന്നത്. ഏകാ ഒരു ഒറ്റ ഏകാ ഇന്നെന്ത് പരിപാടി ഇവിടെ? എത്ര കിലോ? എന്ത് ഫുള്ള് ദമ്മ? എന്ത്? അതായത് 30 കിലോ അരിയും 30 കിലോ ബീഫും. ബീഫ് അങ്ങനെ ഇത് പോത്താണോ കാളാണോ? ഒന്നാം തരം പോത്ത്. ഏകട്ടെ പറഞ്ഞ പോത്ത് ആണല്ലേ? അപ്പോൾ അലുവ സാധനമായിരിക്കും. അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ട്. അടിപൊളി. അപ്പോൾ നമ്മളാണ് ഏകാണ് ആൾക്കാരൊക്കെ ഇറക്കിയൊക്കെയാണെന്ന്. അപ്പോൾ ഏക നമ്പർ നമ്മൾ കൊടുത്തേക്കാം. നേരത്തെ ഒന്ന് കൊടുത്തായിരുന്നു നമ്പർ. അപ്പോൾ ഇന്നാണ്ട് ഏക ദമ്മൊക്കെ ഇട്ട് വെച്ചേക്കാണ് റെഡി. ഏക എപ്പോൾ പൊട്ടിക്കും? എപ്പോൾ പൊട്ടിക്കും? പൊട്ടിക്കും. ഞാൻ ഓതലിൻ്റെ എടുത്തായിരുന്നു. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. ഫ്രൈ കുഴപ്പമില്ല. പയ്യന്മാരൊക്കെ ഇറങ്ങിയേക്കാണോ? പയ്യന്മാരൊക്കെ ഇറങ്ങിയേക്കാണ് ഇപ്രാവശ്യം. ഇത് എവിടെ നിന്ന് പയ്യന്മാർ? അതല്ലേ ഒന്നും തന്നെ എല്ലാവർക്കും യൂണിഫോട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ എല്ലാ പരിപാടിയും നമ്മൾ ഇയൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കളെ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളത്തുപുഴയുള്ള എണ്ണാൻ ട്രേഡേഴ്സിൻ്റെ ഓണറായ നിസാമാക്കാടെ വീട്ടിലെ ഒരു ചെറിയ ദുആ മജ്ലിസാണ്. നബിദിനൊക്കെ വരുമല്ലേ. അപ്പം നാട്ടിലുള്ള പള്ളിയിലുള്ള കുട്ടികളെയൊക്കെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയും അതുപോലെ തന്നെ അയൽവാസികളെല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ ചെറിയൊരു ദുആ മജ്ലിസിൽ ഉസ്താദിനടുത്ത് തന്നെയാണെങ്കിൽ മൗലൂദിൻ്റെ കുറച്ച് ഭാഗം നല്ല ഈണത്തിലാണ് പുള്ളി പടച്ചോന്ന് കഴിവ് കൊടുത്തേക്കുന്നത്. ഒന്ന് ഓതാമോ എന്ന് പറയുമ്പോൾ പുള്ളി ഇങ്ങനെ മയക്കുടിച്ച് ഓതുന്നതാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം, വോയിസും കേൾക്കാം. ومن يضيق
يا ربي واجعلها جاري غير منعكس لديك واجعل حسابي غير അവിടെ ചെല്ലി അവിടെ ഉണ്ടായിരിക്കും. അവിടെ ചിക്കൻ ഫ്രൈ ആണ്. ഇത് 30 കിലോ പോത്തിറച്ചിയും 30 കിലോ അരിയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം കൂടെ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാൽ ആഹാരം കൊടുക്കുന്നതിന് സെർവ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ആണോ മിൽക്കി മിക്സ് തൈര്. നിങ്ങളൊന്ന് ഒരു സാധനം കൊടുത്തല്ലോ അകത്ത് കടിഞ്ചായ അത് ഇതിട്ട് ഗ്രാമ്പ് ഇട്ടോ പട്ടയിട്ട സിനമൺ. പിന്നെ ഇതാ മസാല കടിഞ്ചായ. പിന്നെ അങ്ങനെ വേറെ ഉണ്ടല്ലോ. അല്ല മറ്റേ ജ്യൂസ് എന്തായാലും ഒരു എന്തെങ്കിലും ബദാമിൻ്റെ ഷേക്ക്. അപ്പം ബദാമിൻ്റെ ഷേക്കും ഉണ്ട്. ആ കുടിച്ച് കുഴപ്പമില്ല. ഉഷാറാണ്. നാണ്ടെ തൈരൊക്കെയാണ് മിൽക്കി പീസും തൈര കൊണ്ട് ചെയ്യുന്നത്. പരിപാടിയാണ്. പയ്യന്മാരെ ഇറക്കുകയാണ്. ദമ്മ് ഒട്ടിക്ക് നമ്മോട് വരുന്നതായിരിക്കും. പയ്യൊക്കെ പണിയിലാണ്. ഒരു പീസിന് ഉറപ്പായിട്ട് നാണ്ടെ ഉറപ്പായിട്ട് എടുക്കുക. ഞാൻ ഒരു ചിക്കൻ പീസ്. അപ്പോൾ എല്ലാവരും ആഹാരം കഴിക്കുന്ന ദൃശ്യങ്ങളാണിത് കാണുന്നത്. എല്ലാവരും നിസാമ്മയുടെ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹിയാക്ക പയ്യന്മാരെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത ഒരു സെറ്റിങ്ങിൽ നിന്നിട്ടാണ് ഫുഡ് എല്ലാവർക്കും സെർവ് ചെയ്തത്. ചെറിയ പരിപാടിയാണെങ്കിലും വലിയ പരിപാടിയാണെങ്കിലും ഹിയാക്കയെ നമുക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാം. കാരണം ട്രസ്റ്റബിളാണ്. ഒരു വീട്ടിൽ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാം. അതുപോലെ തന്നെ പാചകത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളോ ഒന്നും നശിച്ചു പോവുകയോ മോശപ്പെട്ടു പോവുകയോ ഹിയാക്ക അങ്ങനെ ചെയ്യാറില്ല. എല്ലാം വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഹിയാക്കയുടെ പയ്യന്മാരാണ്. അവന്മാർ ഫുഡ് വിളമ്പുന്നതിന് മുന്നേ ആയിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് കാണുന്നത്. അവന്മാർ കുറച്ച് കാര്യം പരിചയപ്പെടുത്തുള്ളൂ. ഞാൻ അവന്മാരുടെ വാക്കുകളിലേക്ക് പോവാം. ഒരു ടീമായിട്ട് ഇറക്കുന്നത് പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ പറഞ്ഞെത്തുന്നതായിരിക്കും. കിടലം പയ്യന്മാരാണ്. നമ്മുടെ ഏകയുടെ വലങ്കയാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഏകയുടെ നമ്പർ കൊടുത്തേക്കാം. വിളിച്ചാൽ പുള്ളും പയ്യന്മാർ വരുന്നതായിരിക്കും. ഇത് മാത്രമല്ല സാർ, ബാക്കി വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകും? എല്ലാ പരിപാടിക്കും പോകും. എല്ലാത്തിനും, അതായത് സർവിങ്ങായി ബന്ധപ്പെട്ട എല്ലാം എല്ലാ പരിപാടിയും കല്യാണം മുതൽ ചെയ്യും. പയ്യന്മാരെ സ്ട്രോങ് ആണ്. ജനനം മുതൽ മരണം വരെ. ശരി. നമ്മുടെ ഏഹിയാക്കായിട്ട് പ്രത്യേകത ഉണ്ടാണ്ട് ചിക്കൻ ഫ്രൈ അതാണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ വെളിച്ചെണ്ണയില പൊരിക്കുന്നത്. അത് മാത്രമല്ല വെളിച്ചെണ്ണ അയ്യാക്കാണ്ട് പ്രത്യേകം വാങ്ങിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും വേണ്ടുന്നവർക്ക്. ചക്കിലാട്ട് എത്ര 450 രൂപയാണ് വെളിച്ചെണ്ണയുടെ വില. അല്ലെങ്കിൽ ഏഹിയാക്കാണ്ട് എവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തോ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റിയാക്കാണ് ഉത്തരവാദിത്തം. കിട്ടില്ല സാധനം ഈ വെളിച്ചെണ്ണ അയ്യാക്ക സെറ്റ് തരും.